എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുല്യ വിഭജിക ഈ രണ്ട് യുവതികൾ കഴിഞ്ഞ ആഴ്ച UAE-യിൽ സ്ത്രീധന പീഡനവും ഗാർഹിക പീഡനവും കാരണം കൊല ചെയ്യപ്പെട്ടു. ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ പ്രതികൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട. എനിക്കിവിടെ പറയാനുള്ള, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈവൻ വിസ്മയ കൊലപാതകം തെളിഞ്ഞതാണല്ലേ, കൊല ചെയ്യപ്പെട്ടതാണ് എന്നൊക്കെ. എല്ലാവർക്കും അങ്ങ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോട് ഭയങ്കര കരുണയാണ്, ദയാണ്. അയ്യോ, പെൺകുഞ്ഞിനെ നഷ്ടമായല്ലോ, അവരിനെ എന്ത് ചെയ്യുമെന്നൊക്കെ. നിങ്ങൾ ആരും അങ്ങനെ ചിന്തിക്കരുത്. ഇത്തരത്തിലുള്ള മരണങ്ങൾക്ക് പിന്നിൽ ഉത്തരവാദികൾ എന്ന് പറയുന്നത് മാതാപിതാക്കൾ മാത്രമാണ്. അവന്മാര് ചെയ്തതാണ്. നമുക്ക് അവന്മാരെ കുറിച്ച് പിന്നീട് സംസാരിക്കാം. അവന്മാരാണല്ലോ ചെയ്തത്, കാരണം നാട്ടിലല്ലല്ലോ. അവരങ്ങ് UAE-യിൽ പോയി താമസിക്കുന്നു. അവിടെയാണ് ഇവന്റെ കൂടെ നിൽക്കുമ്പോഴാണ് കൊല ചെയ്യപ്പെടുന്നത്. അപ്പൊ പിന്നെ ഇവനല്ലേ, ഇവൻ പലതും പറയും. അതായത് കാല് നിലത്ത് മുട്ടിയിരിക്കുകയായിരുന്നു, എനിക്കും തോന്നുന്നില്ല അവൾ ആത്മഹത്യ ചെയ്യുമെന്ന്. ചുമ്മാതെ അത് ചുമ്മാ വളവള പറയുക, അത് കേൾക്കണ്ട. ഉത്തരവാദികൾ മാതാപിതാക്കൾ മാത്രമാണ്. കേരളത്തില് സാക്ഷരതയിലൊക്കെ ഭയങ്കര ഒന്നാം സ്ഥാനമാണെന്നാണ് പറയുന്നത്. അതെനിക്ക് തോന്നുന്നു ഈ നമ്മുടെയൊക്കെ മാതാപിതാക്കളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ ഒരു രീതി ഉണ്ടായിരുന്നു. 18 വയസ്സായി കഴിയുമ്പോൾ പെൺകുട്ടികളെ എങ്ങനെയെങ്കിലും പിടിച്ച് കെട്ടിക്കുക എന്നുള്ള, അതിനു വേണ്ടിയിട്ടായിരുന്നു വളർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും കണ്ണൂരിലും ഈ മലബാറിന്റെ ചില പ്രദേശങ്ങളിലൊക്കെ ചില കമ്മ്യൂണിറ്റീസിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. 18 വയസ്സാകുമ്പോൾ കെട്ടിക്കണം. ഒരു 20-22 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഏജ് ഓവറായി. പക്ഷെ മൊത്തത്തിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഈ 18 വയസ്സാകുമ്പോൾ കെട്ടിച്ചു വിടാൻ വേണ്ടിയിട്ടായിരുന്നു പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത്, പൂവാലി പശുക്കളെ പോലെ. മനസ്സിലായില്ലേ? പക്ഷെ കുറച്ച് നാളുകളായി ആ ചിന്തകൾക്കും വിചാരങ്ങൾക്കും ആ രീതികൾക്കൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്നിട്ട് ഈ മാതാപിതാക്കൾ തന്നെ പുതിയൊരു രീതിയിലേക്ക് വഴിമാറി ചിന്തിച്ചിട്ടുണ്ട്. അതായത് 18 വയസ്സാകുമ്പോൾ പിടിച്ചു കെട്ടിക്കുന്നത് മോശമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവർക്ക് മാന്യമായി നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ജോലിയൊക്കെ നേടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ വിവാഹം കഴിച്ചാൽ മതിയെന്ന്. എന്നിട്ട് എന്താണ്, വിവാഹം കഴിച്ചു വിടുന്ന സമയത്ത് ഇവരുടെ ചെവിയിൽ മന്ത്രം പോലെ ഊതിക്കൊടുക്കും. ചിലർ മന്ത്രം പോലെയും ചിലർ ഭീഷണിയുടെ സ്വരത്തിലും ഊതിക്കൊടുക്കും. വിവാഹം ചെയ്ത് വിട്ടാൽ ചെയ്തെടുത്ത് നിന്നോണം, അവിടെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും എന്ത് ഊരാക്കുടുക്കാണെങ്കിലും നീ ഒറ്റയ്ക്ക് സഹിച്ചോണം, ഞങ്ങളെടുത്ത് പറയാൻ പാടില്ല എന്ന്. അതായത് വലിയ വിദ്യാഭ്യാസം കൊടുക്കാൻ ഇവർ കൂടെ നിൽക്കും, ജോലി നേടിക്കൊടുക്കാൻ ഇവർ കൂടെ നിൽക്കും. സ്വന്തം കാലിലാക്കി എന്നാ പറയുന്നത്. സ്വന്തം കാലിലാക്കിയിട്ട് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്, അവന്റെ ചൊൽപ്പടിക്കൊക്കെ നിന്നോ, അതൊക്കെ ഒരു രീതിയാണ്. പക്ഷെ എന്ത് സംഭവിച്ചാലും നീ ഞങ്ങളോട് പറയാൻ പാടില്ല, ഇതോടുകൂടി ഞങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നുവെന്ന്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാ ഇത്ര വലിയ വിദ്യാഭ്യാസം കൊടുക്കുന്നത്? കഷ്ടപ്പെട്ട് ഈ ശുപാർശയൊക്കെ കൊടുത്തിട്ടാണ് ഓരോ പെൺമക്കൾക്ക് ഗവൺമെന്റ് ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പന്മാർ. എന്നിട്ട് കെട്ടിച്ചു വിടാൻ സമയത്ത് ഇതാണ് പറയുന്നത്. അതായത് കൊലക്കയറിനുള്ളിലേക്ക് അങ്ങോട്ട് തള്ളിയിട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് സ്വന്തം കാലേ നിൽക്കട്ടെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസമാണ് വലുത് എന്നുള്ള ചിന്ത കൊണ്ട് നടക്കുന്നതും ഈ പെൺകുട്ടികളെ ഈ വിദ്യാഭ്യാസവും ജോലിയും വാങ്ങിച്ചു കൊടുക്കുന്നതും. മാറ്റി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഭയങ്കര വിദ്യാഭ്യാസം കൊടുത്ത് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എങ്കിൽ വിവാഹ സമയത്ത് നിങ്ങൾ പറയും, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളോട് പറയുക എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഇല്ലാത്തതുങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ ഇതൊരു പാഠമാക്കി വെച്ചേക്കേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊലപാതകങ്ങളുടെയൊക്കെ പിന്നിൽ മാതാപിതാക്കൾ മാത്രമാണ് കാരണം. ഈ പെങ്കൊച്ചു മരിച്ചതിന് ശേഷം, കൊല ചെയ്യപ്പെട്ടതിന് ശേഷം തെളിവുകൾ കൊണ്ട് നിരത്താൻ അറിയാമല്ലോ. അതായത് ആദ്യം തന്നെ പറയട്ടെ, അവരുടെ ഈ മാതാപിതാക്കളുടെയൊക്കെ സങ്കടത്തെയും കണ്ണുനീരിനെയും ഒരുപാട് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് ഞാൻ ചില സത്യങ്ങൾ പറയാൻ പോവുകയാണ് കേട്ടോ. അതായത് പെൺകുട്ടി മരണപ്പെട്ടതിന് ശേഷം കുറെ തെളിവുകൾ ഇട്ട് കൊടുക്കുക. അതായത് പെൺകുച്ചിന്റെ കൈയും കാലും ഒക്കെ അടിച്ച് ചതച്ച് ഈ മത്തി വറുക്കുമ്പോൾ മരയുന്നത് പോലെയാണ് പെൺകുഞ്ഞുങ്ങളുടെ കൈ ഇങ്ങനെ അടിച്ച് ചതച്ചും മരഞ്ഞും കസേര കൊണ്ട് തല്ലിയ പാടുകളുമൊക്കെ. ഇതൊക്കെ പെൺകൊച്ചുങ്ങൾ ഇവർക്ക് അയച്ചു കൊടുത്തതാണ്. എന്നിട്ട് പറയാണ്, പല സമയങ്ങളിൽ ഞങ്ങൾക്ക് ഇത് അയച്ചു തന്നിട്ടുണ്ട്, ഞങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ട്, അവൾ ഒരുപാട് സഹിച്ചു എന്ന്. ആഹാ, സഹനത്തിനുള്ള അവാർഡ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് ഈ തെളിവുകൾ ഇപ്പൊ കാണിച്ചൊരു തൻ്റെ ഇടം ഉണ്ടല്ലോ, അവൻ കൊള്ളില്ലായിരുന്നു, അവൻ പണ്ടേ ഉപദ്രവിക്കുമായിരുന്നു എന്ന് വിളിച്ചു പറയാനും ഈ തെളിവുകൾ കാണിക്കാനും കാണിച്ച ആ തൻ്റെ ഇടം എന്തുകൊണ്ട് ഈ പെൺകുച്ച് ജീവനോടെ ഇരുന്ന് നിലവിളിച്ച് നിങ്ങളുടെ കാലിൽ വീണ് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇത് ലോകത്തോട് പറഞ്ഞില്ല? ഏതെങ്കിലും മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞില്ല? എന്തേ പോലീസുകാരുടെ നിയമപാലകർ ഉണ്ടായിരുന്നല്ലോ, അവരുടെ മുന്നിൽ എത്തിച്ചില്ല? കേരള പോലീസിന് അത്രയ്ക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് വിശ്വാസമില്ലേ? വിശ്വാസമില്ലാത്തടത്ത് ഇപ്പോൾ എന്തിനു ഈ മരണം കഴിഞ്ഞിട്ട് ഈ തെളിവുകൾ എന്തിനു നിർത്തുന്നു? അതുവരെ ഈ ഫോട്ടോസും വീഡിയോസും കണ്ട് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തല്ലേ, നമ്മുടെ തലയിലാവും പെൺമക്കൾ. അവിടെ കാണാൻ നിൽക്കട്ടെ, ഇത് കുറച്ചുനാൾ കഴിയുമ്പോൾ അങ്ങ് പോകും. അതായത് ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറുമെന്ന് വിചാരിച്ച്. അതായത് കുടുംബജീവിതം അല്ലേ, അവളുടെ കുടുംബജീവിതം നഷ്ടപ്പെടേണ്ട. അതിന്റെ അർത്ഥം എന്താണ്? അവളെ ഇട്ടിട്ട് പോയാലോ, അല്ലെങ്കിൽ ഇവൾ അവനെ ഉപേക്ഷിച്ചാൽ, അതായത് അവനെ ഇവർക്ക് വേണം,
ഈ പെണ്ണിന്റെ അച്ഛനും അമ്മയ്ക്കും ഈ കൊലപാതകിയെ വേണം, മകളെ കൊല്ലാണ്ടിരുന്ന കാലനെ വേണമായിരുന്നു. കാലനായിരുന്നു പൂമാല ഇട്ടുകൊണ്ട് ഇവ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. കൊന്നു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവൻ കാലനായിരുന്നു എന്ന്. ഈ കൊച്ചു മരണപ്പെട്ട് കഴിയുമ്പോൾ അത് ഈ രണ്ട് പെൺകുട്ടികൾക്ക്, ഈ രണ്ടല്ല ഇതുവരെ ഈ സ്ത്രീധന പീഡനങ്ങൾ മുഖേന അല്ലെങ്കിൽ ഈ ഗാർഹിക പീഡനങ്ങൾ കാരണമൊക്കെ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികൾ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികൾക്ക് എന്തായിരുന്നു കുറവ്? പുറമേയുള്ള ബാഹ്യ സൗന്ദര്യത്തെക്കുറിച്ച് ഞാൻ വാഴ്ത്തുന്നൊന്നുമല്ല. എങ്കിലും നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ, ഇപ്പോൾ ഒരു കല്യാണ വീട്ടിൽ ഒരു പെൺകുട്ടിയെ കാണുമ്പോഴാണ്, ആരെ കാണുവാണെങ്കിൽ നമുക്ക് പറയാം എന്താണ് അവർക്കൊരു കുറവ്? വിദ്യാഭ്യാസത്തിന് കുറവുണ്ടായിരുന്നോ? അവർക്ക് എന്തായാലും കഴിവുകൾക്ക് കുറവുണ്ടായിരുന്നോ? സൗന്ദര്യത്തിൽ കുറവുണ്ടായിരുന്നോ? ഒരു കുറവുമില്ലാത്ത ഈ പെൺകുട്ടികൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം മാതാപിതാക്കൾ വന്നിരുന്ന് മീഡിയയ്ക്ക് മുന്നിൽ വന്ന് കരഞ്ഞ് ഞങ്ങൾക്ക് നേരത്തെ ഇത് അറിയാമായിരുന്നു, പല പല വീഡിയോസ് ഞങ്ങൾക്ക് അയച്ചു തരുന്നു എന്ന് പറയുന്നത് എന്ത് മാനദണ്ഡത്തിലാണ്? ഈ ഇത്രമാത്രം പരുക്കേൽപ്പിച്ചുകൊണ്ട് ഇത്രമാത്രം ഈ സ്വന്തം പെൺമക്കളെ അടിച്ച് ചമ്മന്തിയാക്കിയ വീഡിയോസ് നിങ്ങൾ എങ്ങനെ കണ്ടുകൊണ്ടിരുന്നു? എങ്ങനെ ഇത് നിയമത്തിന്റെ മുന്നിൽ എത്തിക്കാതെ ഇത്ര നാൾ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു? ഇത്രമാത്രം അടിച്ച് ചമ്മന്തി പരുവമാക്കിയിട്ടും ഇതങ്ങ് മാറും, കുറച്ചു നാൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ മാറുമെന്ന് ചിന്തിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അതാ പണ്ടത്തെ ആ ഒരു കൾച്ചറാണ്. അതായത് വിവാഹം ചെയ്തു വിട്ട എന്ത് പ്രശ്നങ്ങളും അവൾ അവിടെ കിടന്ന് അനുഭവിക്കട്ടെ എന്നുള്ള മനോഭാവം, അല്ലെ? ഈ മനോഭാവം മാറാത്തിടത്തോളം, മാറ്റാത്തിടത്തോളം ഇതിനൊരു അറുതി വരുമെന്ന് ആരും ചിന്തിക്കണ്ട. ഇതിനെക്കുറിച്ച് ഇനി എത്ര ക്യാമ്പയിൻ ഉണ്ടാക്കിയാലും സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ കേസ്, വാദം, പ്രതിവാദങ്ങൾ, ഇതിന് കോർട്ടുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ ഭർത്താവിനെ മാത്രം നിർത്താതെ ഈ മാതാപിതാക്കളെ കൂടെ അങ്ങോട്ട് അതായത് വാദിക്കുകയും ഇവർക്കെതിരെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുക, മുട്ട് വിറപ്പിക്കുന്ന രീതിയിൽ. അതല്ലാതെ ഇതിന് മറ്റൊരു, അതായത് ഇതിന് വേറൊരു പ്രതിവിധിയില്ല. മനസ്സിലായില്ലേ? ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞോട്ടെ, 30 വർഷം കഴിഞ്ഞോട്ടെ, മാതാപിതാക്കളെ വിളിച്ച് പറയുകയാണ് എനിക്ക് പറ്റുന്നില്ല അമ്മ, എന്നെ ഒരുപാട് മർദ്ദിക്കുന്നുണ്ട്, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ഞാൻ മരിക്കും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നീ തിരികെ ഞങ്ങളുടെ അടുത്തേക്ക് പോരൂ, ഞങ്ങളുണ്ടല്ലോ നിനക്ക് എന്ന് പറയാൻ ധൈര്യമില്ലാത്ത മാതാപിതാക്കളാണ് ഈ പെൺകുട്ടികളെ ഈ മരണത്തിലേക്ക് പിടിച്ചു തള്ളിയിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് അവനെ കുറ്റം പറയുന്നില്ല? അവൻ കുറ്റവാളിയാണ്, അവനാണ് തെറ്റ് ചെയ്തത്. പക്ഷെ രക്ഷിക്കാൻ പറ്റുന്ന കരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അവന്റെ കരാളഹസ്തത്തിൽ തന്നെ പെട്ടുകിടക്കുകയായിരുന്നില്ല. രക്ഷിക്കാൻ പറ്റുന്ന, അവനേക്കാൾ അധികാരമുള്ള, അവനേക്കാൾ ശക്തമായ കരങ്ങൾ, 4 കരങ്ങൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ മൗനമായിട്ട് നിൽക്കുമ്പോൾ ഇവനറിയാം, ഇവനെ പോലുള്ള പ്രതികൾക്കറിയാം ഇത് ഒരു പരിധി വിട്ട് ആരും ഇതിനകത്ത് ഇടപെടാൻ വരുത്തില്ല എന്ന്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും അങ്ങ് ഭയങ്കര, എല്ലാവരെക്കാളും ഭയങ്കര ബോണ്ടാണ്. സ്നേഹമുള്ളപ്പോൾ അത് ഏത് ബന്ധങ്ങൾക്കും ഭയങ്കര ബോണ്ടാണ്. ഈ വൈദികന്മാർ, പുരോഹിതന്മാർ, ഏത് മതത്തിലായിക്കോട്ടെ, മതപണ്ഡിതന്മാരൊക്കെ ചേർന്നിട്ടാണല്ലോ ഒരു ഉടമ്പടി കൊടുക്കുന്നു, ഉടമ്പടി പ്രകാരം ഇവർ വിവാഹം ചെയ്യുന്നു. ആ ഉടമ്പടിയിൽ വിശ്വസിച്ചാണല്ലോ ജീവിക്കുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ത്യയിലുള്ളൊരു കൾച്ചറുണ്ട്. ഒരു വിവാഹം ചെയ്തു കഴിഞ്ഞാൽ മാക്സിമം അതിൽ തന്നെ നിൽക്കുക, അല്ലെ? ഇപ്പോഴൊക്കെയാണ് ഈ സെക്കൻഡ് മാരേജ് ഒക്കെ വളരെ പോപ്പുലറായിട്ട് വന്നതും അത് അത്ര വലിയ നാണക്കേടുള്ള കാര്യമല്ല എന്ന ആളുകളിലേക്ക് എത്തിച്ചതും. അപ്പോൾ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടും ഈ മതപണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുന്ന ഈ ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ടൊക്കെയാണ് ഈ ബന്ധം നിന്നു പോകുന്നത്. അതിനപ്പുറത്തേക്ക് രക്തബന്ധമില്ല എന്നൊരു കാര്യം നിങ്ങൾ ഓർക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ബോണ്ടുണ്ടല്ലോ, ഈ ബോണ്ട് മാറി ശത്രുക്കളാവും. അങ്ങനെ വരുത്തുള്ളൂ. കാരണം രണ്ട് സാഹചര്യത്തിൽ ജീവിച്ചു വളർന്ന ആളുകൾ, 2 കുടുംബത്തിൽ ജീവിച്ചു വളർന്ന ആളുകൾ, 2 രാജ്യത്ത് അല്ലെങ്കിൽ 2 ജില്ലകളിലായിരിക്കും, ചിലപ്പോൾ 2 സ്ഥലങ്ങളിൽ ജീവിച്ചു വളർന്ന ആളുകൾ. ഇവർക്ക് എങ്ങനെയാണ് രക്തബന്ധത്തെക്കാൾ കൂടുതൽ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്? ശരിയാണ്, രക്തബന്ധത്തിലേക്കാൾ കൂടുതൽ വളരെ സ്നേഹത്തോടു കൂടി നിന്നു പോകുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഒരു ബോണ്ട്. മനസ്സിലായില്ലേ? അത് എപ്പോൾ വേണമെങ്കിലും തകരാം. ഒരു എന്തെങ്കിലും ഒരു ആരോപണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ രണ്ട് പാത്രത്തിലാവും. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയുള്ള ബന്ധം എത്ര ഇടി കൊണ്ടാലും, ചവിട്ടേറ്റാലും, മർദ്ദനമേറ്റാലും, അടിവയറ്റിലൊക്കെ ചവിട്ട് കിട്ടിയെന്നാണ് പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഇത് കേട്ടിട്ട് കുലുങ്ങാതെ ഈ അനങ്ങാപ്പാറ കണക്കി ഇരുന്നതിന് ശേഷം മകൾ മരിച്ചു എന്നറിഞ്ഞപ്പോൾ മീഡിയയുടെ മുന്നിൽ വന്ന് ഈ തെളിവുകൾ ഇട്ടുകൊടുക്കുകയാണ്. സുഹൃത്തുക്കളാണെങ്കിലും സഹോദരിയാണെങ്കിലും. സഹോദരിക്ക് എന്താ നാവില്ലായിരുന്നു? ഇപ്പം മീഡിയയ്ക്ക് മുന്നിൽ വന്നെന്ന് കരഞ്ഞ് അല്ലെങ്കിൽ പറയുന്നുണ്ടല്ലോ അവൻ ഭയങ്കര ഉപദ്രവകാരിയായിരുന്നു. എന്തുകൊണ്ട്? തൻ്റെ സഹോദരി പല തവണ കരഞ്ഞുകൊണ്ട് ഓഡിയോ ക്ലിപ്പിംഗ്സ് അയക്കുമ്പോൾ ഒരെണ്ണം എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു റിട്ടൺ കംപ്ലൈന്റ് എഴുതി കൊടുക്കുകയോ ചെയ്ത് ഇതൊരു കേസായിട്ട് മുന്നോട്ട് പോകാതെ, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ, സ്വന്തം സഹോദരിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താതെ ആ ഒരു മരണത്തിലേക്ക് ഇട്ടുകൊടുത്തു. നിങ്ങളൊക്കെ തന്നെയാണ് അതിൽ ഉത്തരവാദി. മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ഭർത്താക്കന്മാരോ ഈ പീഡനം നടത്തുന്നവന്മാരോ ഒന്നുമല്ല.
അവന്മാര് മാറി ചിന്തിച്ചോ, അത് രണ്ടാമത്തെ കാര്യം. ആദ്യം മാറി ചിന്തിക്കേണ്ടത് ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളാണ്. രക്ഷിക്കേണ്ട കരങ്ങൾ അവളെ ഇട്ടുകൊടുക്കുമ്പോൾ മരണത്തിനല്ലാതെ മറ്റൊരാൾക്കും അവളെ രക്ഷിക്കാൻ, ഈ ഭൂമിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നില്ല. ഒന്നുകിൽ കൊന്നുകളയും, അല്ലെങ്കിൽ അവൾ സ്വയം ഒടുങ്ങും. അവർക്കുണ്ടായ നഷ്ടം വളരെ വലുതാണ്. കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ സുന്ദരിയായ, വിദ്യാഭ്യാസം കൊടുത്തു വളർത്തിയ ഒരു പെൺകുഞ്ഞ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണെന്ന് അവർ തീരുമാനിക്കണം. അതിനുശേഷമല്ലേ നമ്മൾ തീരുമാനിക്കുന്നത്. മാതാപിതാക്കൾ മാറി ചിന്തിക്കുക. വിവാഹം ചെയ്ത് പിറ്റേ ദിവസമാണെങ്കിൽ നിങ്ങളുടെ മകൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് അവൾ നിലവിളിച്ച് പറയുന്നതെങ്കിൽ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾ വളരെയധികം സർവൈവ് ചെയ്യും എല്ലാ കാര്യങ്ങളിൽ നിന്നും. മാക്സിമം അവൾ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ജെല്ലായി നിൽക്കാൻ നോക്കും. ഒരു പരിധി വിട്ട് കഴിയുമ്പോഴായിരിക്കും ഈ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ തുറന്നു പറയുന്നത്. ഒരു പരിധി എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇനി പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും പെൺകുട്ടികൾ തുറന്നു പറയുന്നത്. മനസ്സിലായില്ലേ? ആ സമയത്ത് അവളെ അതിൽ തന്നെ പിടിച്ച്, അതായത് ഈ സിംഹത്തിന്റെ കൂട്ടിൽ അവിടെ തന്നെ നിന്നോ, ഞങ്ങൾ പൂട്ടി താക്കോൽ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന മാതാപിതാക്കളുടെ ചിന്താഗതികൾ മാറിയില്ലെങ്കിൽ ഇതുപോലെയുള്ള മരണങ്ങൾ, കൊലപാതകങ്ങൾ ഇനിയും കാണേണ്ടി വരും. സത്യം പറഞ്ഞാൽ സങ്കടമാണ്. കാരണം ഒരു കുഞ്ഞിന് അമ്മയില്ലാതായി. വിഭജിയുടെ കാര്യം പറയുകയാണെങ്കിൽ കുഞ്ഞും മരണപ്പെട്ടു അല്ലേ? കുഞ്ഞിന്റെ മൃതശരീരം അങ്ങും, അമ്മയുടെ മൃതശരീരം ഇവിടെയും. എന്തൊരു ഗതികേടാണതല്ലേ? മാതാപിതാക്കൾ മാറി ചിന്തിച്ചാൽ മതിയായിരുന്നു, മാറ്റി ചിന്തിക്കണമായിരുന്നു. അമ്മായിയപ്പൻ ഈ പെൺകുട്ടിയെ മർദ്ദിക്കുമെന്ന് വിഭജികയുടെ മാതാപിതാക്കൾക്ക് അറിഞ്ഞിരുന്നപ്പോൾ തന്നെ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവരണമായിരുന്നു. നിങ്ങൾ തല്ലിയിട്ടുണ്ടോ? കരഞ്ഞു പറയുന്നത്, എല്ലാവരോടും കരഞ്ഞു പറയുമായിരിക്കും ഞങ്ങൾ പോലും തല്ലിയിട്ടില്ല എന്ന്. എന്തിനു തല്ലാൻ ഇട്ടുകൊടുത്തു? എന്തിനു കൊല്ലാൻ ഇട്ടുകൊടുത്തു? മാതാപിതാക്കൾ മാറി ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലങ്ങൾ, രണ്ട് ലൈഫ് സ്റ്റൈൽ ജീവിച്ച രണ്ട് വ്യക്തികൾ ഒരുമിച്ചാകുമ്പോൾ ആശയപരമായിട്ടും അല്ലാതെ ഒരുപാട് എന്നാ പറയുന്നേ പൊരുത്തക്കേടുകൾ ഉണ്ടാവും. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തായിരിക്കും ഓരോ കപ്പിൾസിൻ്റെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പം ഞാൻ മറ്റൊരാളെ കണ്ട് അവർ തമ്മിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്തായിരിക്കും ഇവർ തമ്മിലുള്ള പ്രശ്നം. മനസ്സിലായില്ലേ? അപ്പം എന്തെങ്കിലും ഒരു ഇതുപോലെയുള്ള സങ്കടങ്ങൾ അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്ന് സ്വന്തം പെൺകുട്ടി സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞാൽ അത് വിശ്വസിക്കാത്ത മാതാപിതാക്കളെ നിങ്ങൾ മാറ്റി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. പെൺകുട്ടികൾക്ക് അങ്ങേയറ്റം വിദ്യാഭ്യാസവും ജോലിയും നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു കാരാഗൃഹത്തിലിട്ട് അടയ്ക്കാനാണെങ്കിൽ പിന്നെ എന്തിനു സ്വന്തം കാലിൽ അവളെ നിർത്തിയിട്ട് ഞങ്ങൾ കെട്ടിച്ചു വിട്ടതെന്ന് പറയുന്നു? അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ നല്ല ജോലിയും നല്ല വിദ്യാഭ്യാസവും കൊടുക്കുന്നുണ്ടെങ്കിൽ അവളെ പറഞ്ഞ് അല്ലെങ്കിൽ അവൾക്ക് മനസ്സിലാക്കിപ്പിക്കണം. എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിനക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിന്റെ പിറകിലുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുണ്ട്. നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, നിനക്ക് ജോലിയുണ്ടല്ലോ, നീ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കൂ, ഞങ്ങളൊക്കെ എല്ലാ സപ്പോർട്ടും ചെയ്യാം എന്നൊരു കാര്യം നിങ്ങൾക്ക് പറയാം. പക്ഷെ ഇതൊന്നും പറ്റാതെ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടതിന് ശേഷം, അതും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വേദനകൾ അനുഭവിച്ച് കൊല്ലപ്പെട്ടതിന് ശേഷം വന്നിരുന്ന് ഞങ്ങൾക്കിത് നേരത്തെ അറിയാമായിരുന്നു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്വന്തം സഹോദരി വന്ന് പറയുന്നു ഞങ്ങൾക്ക് നേരത്തെ അറിയാം, സുഹൃത്തുക്കൾ പറയുന്നു, എന്നിട്ട് ആരും ഈ പെൺകുട്ടിയെ രക്ഷിക്കാൻ തയ്യാറായില്ലേ? മലയാളി അസോസിയേഷൻസ് ഉണ്ടല്ലോ UAE-യിൽ, പെൺകുട്ടിയെ പൂട്ടിയിട്ടിട്ടാണ് ഇവൻ ജോലിക്ക് പോകുന്നതെന്നുള്ള കാര്യം നേരത്തെ അറിയാമായിരുന്നു. എന്തുകൊണ്ട് പൂട്ട് പൊളിച്ച് പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയില്ല? ശരിക്കും പറഞ്ഞാൽ ഓരോ പെൺകുട്ടികളെയും മരണത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നതും ഇങ്ങനെയുള്ളവന്മാരുടെ ഈ സൈക്കോസിസ് ഉണ്ടല്ലോ, ഇത് അങ്ങേയറ്റം കൂട്ടി ഈ പെൺകുട്ടികളെ കൊലപാതകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിൽ ആക്കി വെക്കുന്നതും പെൺകുട്ടികളുടെ മാതാപിതാക്കളാണ്. ഇനിയെങ്കിലും മാറി ചിന്തിക്കുക. ഈ സ്ത്രീധന മോഹികളായിട്ടുള്ള ആണുങ്ങളെ മാറ്റാൻ എന്തുവാണ്? സ്വന്തം പെൺമക്കളെ രക്ഷിക്കാൻ പറ്റാത്ത ഈ പെൺപിള്ളേരുടെ മാതാപിതാക്കൾ ഇവന്മാരെ എങ്ങനെ രക്ഷിക്കും? അതും സഹോദരങ്ങൾക്കറിയാം ഇവൻ ഉപദ്രവിക്കുമെന്ന്, മാതാപിതാക്കൾക്കറിയാം. എന്നിട്ട് ഇവർ മാറി നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ്. എന്തായിരിക്കും അടുത്ത പ്രശ്നം? വൈകിട്ടാകുമ്പോഴത്തേക്കും വോയിസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും എല്ലാവരും. ഈ 100 പവനും വലിയ രീതിയിലുള്ള ആഡംബര വിവാഹവും ഒക്കെ നടത്തി എൻ്റെ മകൾക്ക് ഇത്ര വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ ഈ ജോലിയാണ് അവൾ ചെയ്യുന്നതെന്ന് ഈ വായ്ത്താളം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു നിമിഷം സ്വന്തം മക്കളോട് പറയുക, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ തിരികെ പോരുക, ഞങ്ങളുണ്ട് ഒപ്പം. ചെറിയൊരു പ്രശ്നത്തിന് ഒരു പെൺകുട്ടികളും തിരിച്ചു വരുത്തില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഒപ്പമുണ്ട് എന്നുള്ളൊരു വാചകം അവരുടെ ചെവിയിൽ ഒന്ന് ഓതിക്കൊടുത്താൽ മാത്രമേ നാട് മുഴുവൻ നിങ്ങൾ വിളിച്ചറിയിക്കുമല്ലോ. വളരെ ആഡംബരപൂർവമായിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. എന്ത് പ്രശ്നങ്ങൾ വന്നാലും
ഈ മരുമകന് സപ്പോർട്ടുമായി നിൽക്കുന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. പെൺകുട്ടികൾ എന്ത് ചെയ്യും? അവർക്ക് ആശ്രയിക്കാൻ, അവർക്ക് കാര്യങ്ങൾ പറയാൻ ഓരോ വോയിസ് റെക്കോർഡ്സും കരഞ്ഞുകൊണ്ട് സെൻഡ് ചെയ്യുമ്പോഴും ഇവർക്കറിയാം ഇതിലൊന്നും ഒരർത്ഥവുമില്ല, ആരും രക്ഷിക്കില്ല. സ്വന്തം സഹോദരി UAE തന്നെയുണ്ട്. ഈ സഹോദരിയോടാണ് പലപ്പോഴും ഈ വോയിസ് റെക്കോർഡ്സ് അയക്കുന്നത്. സഹോദരി ഒന്നും ചെയ്തില്ലേ? സഹോദരിക്കൊന്നും ചെയ്യാൻ തോന്നിയില്ലേ? രക്ഷപ്പെടുത്താൻ തോന്നിയില്ലേ? കുടുംബജീവിതം നഷ്ടപ്പെട്ടു പോകും അല്ലേ? ഇപ്പൊ കുടുംബജീവിതം ഉണ്ടല്ലോ. അപ്പോൾ ഇനിയെങ്കിലും മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. കേൾക്കുന്നവരാണെങ്കിൽ സ്വന്തം പെൺമക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ജോലി വാങ്ങിക്കുന്ന ഏറ്റവും നല്ലതാണ്. നിങ്ങളാണ് അതിൻ്റെ, നിങ്ങൾക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും ആർക്കും വേണ്ട. അതേസമയം ജീവിക്കാനുള്ള അവകാശം, അതിനെ നിങ്ങൾ തട്ടിക്കളയരുത്. അങ്ങനെ നിങ്ങൾ തട്ടിക്കളഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ അതിനൊന്നും ഒരു വിലയില്ലാണ്ടാവും എന്നുള്ള കാര്യം ഓർക്കുക.